കമ്പ്യൂട്ടർ അടിസ്ഥാനപരമായി 5 ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. 1. ഇൻപുട്ട് 2. പ്രോസസ്സിംഗ് 3. ഔട്ട്പുട്ട് വിവരസംഭരണം, നിയന്ത്രണം എന്നിവയാണവ. കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ നൽകുന്ന പ്രക്രിയയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ, കീബോർഡ്, മൗസ് തുടങ്ങിയവ ഇൻപുട്ട് ഉപകരണങ്ങളാണ്. ഇൻപുട്ട് സംവിധാനത്തിലൂടെ നാം നൽകുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടർ അനുയോജ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇൻപുട്ട് സംവിധാനത്തിലൂടെ നാം നൽകുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടർ അനുയോജ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. പ്രോസസ്സിംഗ് നടന്നതിന് ശേഷം കമ്പ്യൂട്ടർ നൽകുന്ന ഫലത്തെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം മോണിറ്ററാണ്. നാം നൽകുന്ന വിവരങ്ങൾ കുറച്ചു നേരമെങ്കിലും കമ്പ്യൂട്ടറിന് സംഭരിച്ചു വെക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ പ്രോസസ്സിംഗ് നടത്താൻ സാധിക്കുകയുള്ളൂ. കമ്പ്യൂട്ടറിൻ്റെ സംഭരണശേഷിയെ പറയുന്നത് മെമ്മറി എന്നാണ്. അടുത്തത് ബിറ്റ്. ബൈനറി സംഖ്യകൾ ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത്. 1, 0 എന്നീ സംഖ്യകളാണ് ബൈനറി സംഖ്യകൾ. ഈ സംഖ്യകളെ ബിറ്റ് എന്ന് പറയുന്നു. അതായത് ബിറ്റിൻ്റെ മൂല്യം 1 0 ആകാം. ബൈനറി ഡിജിറ്റ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ബിറ്റ്. കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റാണ് ബിറ്റ്. ബിറ്റിൻ്റെ മൂല്യം 1 ആണെങ്കിൽ അത് ശരി എന്നാണ് സൂചിപ്പിക്കുന്നത്. 0 ആണെങ്കിൽ തെറ്റ് എന്നാണ് സൂചിപ്പിക്കുക. അടുത്തത് ബൈറ്റ്. 8 ബിറ്റുകൾ ചേരുമ്പോൾ ഒരു ബൈറ്റായി മാറുന്നു. കമ്പ്യൂട്ടറിൽ ഒരു ക്യാരക്ടർ ഒരു ബൈറ്റാണ്. ക്യാരക്ടർ ഏതൊക്കെയാണെന്ന് നോക്കാം. അക്കം. ക്യാരക്ടറുകൾ എന്ന് പറയുന്നത് അക്കം, അക്ഷരം, ചിഹ്നം, പ്രതീകം എന്നിവയെല്ലാമാണ് ക്യാരക്ടറുകൾ. അടുത്തത് കിലോ ബൈറ്റ്. 1024 ബൈറ്റുകൾ ചേരുമ്പോഴാണ് ഒരു കിലോ ബൈറ്റായി മാറുന്നത്. 1024 ബൈറ്റുകൾ ചേരുമ്പോൾ ഒരു കിലോ ബൈറ്റായി മാറുന്നു. 2:10 ആണ് കിലോ ബൈറ്റിൻ്റെ ബൈനറി വാല്യൂ. 2:10 ആണ് കിലോ ബൈറ്റിൻ്റെ ബൈനറി വാല്യൂ. KB എന്ന ചുരുക്കപ്പേരിലാണ് കിലോ ബൈറ്റ് പരാമർശിക്കുന്നത്. അടുത്തത് മെഗാബൈറ്റ്. 1024 കിലോ ബൈറ്റുകൾ ചേരുമ്പോഴാണ് ഒരു മെഗാബൈറ്റ് ആകുന്നത്. 2:20 ആണ് മെഗാബൈറ്റിൻ്റെ ബൈനറി വാല്യൂ. MB എന്ന ചുരുക്കപ്പേരിലാണ് മെഗാബൈറ്റ് അറിയപ്പെടുന്നത്. അടുത്തത് ജിഗാബൈറ്റ്. 1024 മെഗാബൈറ്റുകൾ ചേർന്നാൽ ഒരു ജിഗാബൈറ്റായി. 1024 മെഗാബൈറ്റുകൾ ചേർന്നാൽ ഒരു ജിഗാബൈറ്റായി. 2:30 ആണ് ജിഗാബൈറ്റിൻ്റെ ബൈനറി വാല്യൂ. GB എന്ന ചുരുക്കപ്പേരിൽ ഇത് അറിയപ്പെടുന്നു. 1024 × 1024 × 1024 ഇത്രയാണ് ഒരു ജിഗാബൈറ്റിൽ ഉണ്ടാവുന്ന ബൈറ്റുകൾ. അടുത്തത് ഹാർഡ്വെയർ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമുക്ക് കാണാനും സ്പർശിക്കാനും സാധിക്കുന്ന എല്ലാ ഭാഗങ്ങളെയും ഹാർഡ്വെയർ എന്ന് പറയുന്നു. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമുക്ക് കാണാനും സ്പർശിക്കാനും സാധിക്കുന്ന എല്ലാ ഭാഗങ്ങളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. സാധാരണ കമ്പ്യൂട്ടറിൽ ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുന്ന ഹാർഡ്വെയറുകളാണ് കമ്പ്യൂട്ടർ കേസ്, മോണിറ്റർ, കീബോർഡ്, മൗസ്, സ്പീക്കർ എന്നിവ. കമ്പ്യൂട്ടറിൽ ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുന്ന ഹാർഡ്വെയറുകളാണ് കമ്പ്യൂട്ടർ കേസ്, മോണിറ്റർ, കീബോർഡ്, മൗസ്, സ്പീക്കർ എന്നിവ. മദർബോർഡ്. കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട സർക്യൂട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്ന ബോർഡാണ് മദർബോർഡ്. മദർബോർഡിനെ സിസ്റ്റം ബോർഡ് എന്നും വിളിക്കും. കമ്പ്യൂട്ടറിനകത്തെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്ലഗ് ചെയ്യുന്നത് മദർബോർഡിലാണ്. അതിനായി പോർട്ടുകളും കണക്ടറുകളും സ്ലോട്ടുകളുമെല്ലാം മദർബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രിൻ്റർ, സ്കാനർ, മൗസ്, കീബോർഡ്, മോണിറ്റർ
തുടങ്ങിയ ഉപകരണങ്ങളെല്ലാം കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്നതിന് മദർ ബോർഡിൽ ഒരുക്കിയിരിക്കുന്ന സംവിധാനമാണ് പോർട്ടുകൾ. അടുത്തത് പ്രോസസ്സർ. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന മൈക്രോ പ്രോസസ്സറിനെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU എന്നും വിളിക്കും. കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിപ്പാണ് പ്രോസസ്സർ. പ്രോസസ്സറിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുക, ഗണിതക്രിയകൾ നടത്തുക, വിവരങ്ങൾ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക തുടങ്ങിയ പ്രധാനപ്പെട്ട ജോലികളെല്ലാം പൂർത്തിയാക്കുന്നത് പ്രോസസ്സറാണ്. ഇത്രയും പ്രധാനപ്പെട്ട സംഗതികളെല്ലാം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് പ്രോസസ്സറിനെ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ആധുനിക കമ്പ്യൂട്ടറുകളിൽ പ്രോസസ്സറിനെ പ്രധാനമായും രണ്ട് ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ALU, ഓപ്പറേഷണൽ കൺട്രോൾ യൂണിറ്റ് OCU എന്നിവയാണ്. CPUവിലെ അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൻ്റെ സഹായത്തോടെയാണ് കമ്പ്യൂട്ടറിന് ഗണിതസംബന്ധിയായ ക്രിയകൾ ചെയ്യാൻ സാധിക്കുന്നത്. അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൻ്റെ സഹായത്തോടെയാണ്. അടുത്തത് മെമ്മറി. കമ്പ്യൂട്ടറിൻ്റെ ഓർമ്മശക്തിയാണ് മെമ്മറി. അതായത് ഇൻപുട്ട് വഴി കമ്പ്യൂട്ടറിലെത്തുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ അല്ലെങ്കിൽ സംഭരിച്ചു വെക്കാൻ സഹായിക്കുന്ന സംവിധാനത്തിനാണ് മെമ്മറി എന്ന് പറയുന്നത്. ഇൻപുട്ട് വഴി കമ്പ്യൂട്ടറിലെത്തുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ അല്ലെങ്കിൽ സംഭരിച്ചു വെക്കാൻ സഹായിക്കുന്ന സംവിധാനത്തിനെയാണ് മെമ്മറി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും രണ്ട് തരം മെമ്മറിയാണുള്ളത്. അതായത് റീഡ് ഓൺലി മെമ്മറിയും ROM, റാൻഡം ആക്സസ് മെമ്മറി RAM. കമ്പ്യൂട്ടറിൽ മാറ്റം വരുത്താൻ സാധിക്കാത്തതായ മെമ്മറി അല്ലെങ്കിൽ സ്ഥിരമാക്കിയ മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി ROM. ഓരോ തവണയും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ പ്രവർത്തനക്ഷമമാക്കുന്നത് ROMൽ സൂക്ഷിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ സഹായത്താലാണ്. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എന്ന് സാധാരണയായി അറിയുന്നത് RAM ആണ്, റാൻഡം ആക്സസ് മെമ്മറിയാണ്. അതായത് RAM ഒരു താൽക്കാലിക മെമ്മറിയാണ്. ഇൻപുട്ട് വഴി കമ്പ്യൂട്ടറിലെത്തുന്ന വിവരങ്ങൾ താൽക്കാലികമായി സൂക്ഷിച്ചു വെക്കുന്ന മെമ്മറിയാണ് RAM. മെമ്മറി സാധാരണ മെഗാബൈറ്റിലോ ജിഗാബൈറ്റിലോ GB-യിലോ ആണ് കണക്കാക്കുന്നത്. അതായത് 1024 MB RAM അങ്ങനെയാണ് സാധാരണ. അടുത്തത് ഹാർഡ് ഡിസ്ക്. കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ സ്ഥിരമായി ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭരണോപകരണമാണ് ഹാർഡ് ഡിസ്ക്. കമ്പ്യൂട്ടർ കേസിനകത്താണ് ഹാർഡ് ഡിസ്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഹാർഡ് ഡിസ്കുകളുടെ സംഭരണശേഷി അളക്കുന്ന യൂണിറ്റാണ് മെഗാബൈറ്റ്, MB, ജിഗാബൈറ്റ്. ഹാർഡ് ഡിസ്കിൻ്റെ വേഗം അളക്കുന്നതിന് ഉപയോഗിക്കുന്നത് റെവല്യൂഷൻ പെർ മിനിറ്റ് RPM എന്നതാണ്. അതായത് ഹാർഡ് ഡ്രൈവിനകത്ത് കിടന്ന് ഡിസ്ക് എത്ര തവണ കറങ്ങുന്നു എന്നതിനെയാണ് RPM എന്ന് പറയുന്നത്, റെവല്യൂഷൻ പെർ മിനിറ്റ് എന്ന് പറയുന്നത്. അടുത്ത് ഫ്ലോപ്പി ഡിസ്ക്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യാനുള്ള സംഭരണ ഉപകരണമാണ് ഫ്ലോപ്പി ഡിസ്ക്. അതായത് ഫ്ലോപ്പി ഡിസ്കിൽ നിന്നും വിവരം ശേഖരിക്കാനും പുതിയ വിവരങ്ങൾ റെക്കോർഡ് ചെയ്യാനും വേണ്ടി കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഉപകരണമാണ് ഫ്ലോപ്പി ഡ്രൈവ്. ഇപ്പോൾ അധികമായി ഫ്ലോപ്പി ഡിസ്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ഡിസ്ക്. അടുത്തത് ഒപ്റ്റിക്കൽ ഡിസ്ക്, കോമ്പാക്റ്റ് ഡിസ്ക്, ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക്, DVD, ബ്ലൂറേ ഡിസ്ക്, ഹൈ ഡെഫിനിഷൻ ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക്, HD DVD ഇതൊക്കെയാണ് ഒപ്റ്റിക്കൽ ഡിസ്കുകൾ. CD-യിൽ 650 മുതൽ 750 MB വരെയുള്ള ഡാറ്റകൾ സംഭരിക്കാൻ പറ്റും. CD-കൾ പലതരമുണ്ട്. CD-ROM, CDR, CDR-W എന്നിവ. കമ്പ്യൂട്ടർ അതായത് CD-ROM. കമ്പ്യൂട്ടറിന് ഡാറ്റ റീഡ് ചെയ്യാൻ മാത്രം സാധിക്കുന്ന CD-കളാണ് കോമ്പാക്റ്റ് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി, അതായത് CD-ROM. ആദ്യകാല CD-കളെല്ലാം CD-ROMകളായിരുന്നു.
സാധാരണ ഒരു DVD-ക്ക് ഏറ്റവും കുറഞ്ഞത് 4.7 GB എങ്കിലും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഹൈ ഡെഫിനിഷൻ വീഡിയോ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ മീഡിയ സംഭരിക്കാൻ സാധിക്കുന്ന ഉയർന്ന സംഭരണ ശേഷിയുള്ള ഡിസ്കുകളാണ് ബ്ലൂ-റേ ഡിസ്കുകൾ. സിംഗിൾ റേ ബ്ലൂ-റേ ഡിസ്ക് നൽകുന്ന ഏറ്റവും കുറഞ്ഞ സംഭരണ ശേഷി 7.8 GB ആണ്. അടുത്തത് കീബോർഡ്. കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ്. അതായത് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് കയറ്റാനും കമാൻഡുകൾ നൽകാനും സാധിക്കുന്ന ഒരു ഉപകരണമാണ് കീബോർഡ്. കമ്പ്യൂട്ടർ കീബോർഡിൽ സാധാരണ ടൈപ്പ്റൈറ്റർ കീകൾക്ക് പുറമെ കൺട്രോൾ ആൾട്ട്, വിൻഡോസ്, എസ്കേപ്പ്, എൻ്റർ, ഹോം, എൻഡ്, പേജ് അപ്പ്, പേജ് ഡൗൺ എന്നിങ്ങനെ കുറേ കീകളും 12 ഫംഗ്ഷൻ കീകളും ന്യൂമറിക് പാഡും 4 കേഴ്സർ കീകളും ഉണ്ടാകും. അടുത്തത് മൗസ്. ഒരു പോയിൻറിംഗ് ഉപകരണമാണ് മൗസ്. അതായത് മോണിറ്ററിൽ കാണുന്ന ഐറ്റങ്ങൾ സെലക്ട് ചെയ്യാനും അത് ചലിപ്പിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു പോയിൻറിംഗ് ഉപകരണമാണ് മൗസ്. ചിത്രങ്ങൾ വരക്കാനും മൗസ് ഉപയോഗിക്കാം. മൗസ് എന്നത് ഒരു ഇൻപുട്ട് ഉപകരണമാണ്. മൗസിൻ്റെ ഇടത് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സ്ക്രീനിൽ ഐറ്റങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം. മൗസിൻ്റെ വലത് ബട്ടൺ അമർത്തുന്നതിനെ റൈറ്റ് ക്ലിക്ക് എന്നാണ് പറയുന്നത്. ഷോർട്ട് കട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടുന്നതിനാണ് ഈ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് മോഡം. ടെലിഫോൺ ലൈനുകളിൽ കൂടി കമ്പ്യൂട്ടറുകൾക്ക് വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണമാണ് മോഡം. മോഡത്തിന് പറയുന്ന പേരാണ് മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. ഡീമോഡുലേറ്റർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് മോഡം. കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ ടെലിഫോൺ ലൈനിൽ കൂടി അയക്കാൻ പാകത്തിൽ മോഡുലേറ്റ് ചെയ്യാനും ടെലിഫോൺ ലൈനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന തരത്തിലേക്ക് ഡീമോഡുലേറ്റ് ചെയ്യാനും മോഡത്തിന് സാധിക്കും. മോഡത്തിൻ്റെ സഹായത്താൽ ടെലിഫോൺ കോളുകൾ ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇൻ്റർനെറ്റ് ടെലിഫോണി എന്ന സംവിധാനത്തിന് തുടക്കമിട്ടത് മോഡത്തിൻ്റെ ഒരു സവിശേഷതയാണ്. സാധാരണ ടെലിഫോൺ കമ്പനികളിൽ നൽകുന്ന ഡിജിറ്റൽ ഫോൺ ലൈൻ സർവീസാണ് ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് (ISDN). ഇതുവഴി നൽകുന്ന ഇൻ്റർനെറ്റ് കണക്ഷൻ ഉപയോഗിക്കുന്ന മോഡമാണ് ISDN മോഡം. താങ്ക് യു ഫ്രണ്ട്സ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.